അതേസമയം വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ഷംസുദ്ദീൻ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ ഷംസുദ്ദീൻ, വിദ്യാർത്ഥികൾക്ക് എന്തായാലും സന്തോഷമായി. അപ്പോൾ അവധി തീരുമാനം വന്നിരിക്കുന്നു അല്ലേ? അതെ, ഞങ്ങളിപ്പോ കഴിഞ്ഞൊരു 4 ദിവസമായിട്ട് ഫോണ് എടുത്താൽ മൊത്തം കുട്ടികളുടെ കോളാണ്. ഒരു 1000-ൽ പരം കോളുകളെങ്കിലും വന്നു കാണും. അപ്പൊ ഞാനിന്ന് ഇന്നലത്തോട്ടെ ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് സംസാരിച്ചു. ആ മുഖ്യമന്ത്രി 100% ഓക്കെ. അപ്പോ നാളെ ഈ ഒരു പശ്ചാത്തലത്തിൽ ഒന്നാമത് കളി കഴിയുമ്പോഴേക്ക് പുലർച്ചെ 4 മണിയൊക്കെ ആവും. അതിന്റെ മറ്റേ സെറിമണീസ് എല്ലാം കഴിയുമ്പോ. അപ്പൊ കായിക രംഗമല്ലേ, നമ്മള് കുട്ടികള് അതിൽ പെൺകുട്ടികൾ ഉൾപ്പെടെ താല്പര്യത്തോടു കൂടിയാണ് വിളിക്കുന്നത്. അപ്പൊ എല്ലാരും അത് കാണട്ടെ. അത് കണ്ടിട്ട് പിന്നെ 4 മണി കഴിഞ്ഞ് ഉറങ്ങിയിട്ട് സ്കൂളിൽ പോകലും പ്രയാസമായിരിക്കും. അതുകൊണ്ട് നാളെ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിക്കാൻ ഇപ്പൊ നിർദ്ദേശം നൽകി. ഡയറക്ടറാണ് ചെയ്യേണ്ടത്. ഡയറക്ടർക്ക് നിർദ്ദേശം കൊടുത്തു. അത് സ്കൂളും കോളേജും എല്ലാം അല്ലേ? കോളേജ് പിന്നെ പറയേണ്ടത് ഹയർ എഡ്യൂക്കേഷൻ ആണ്. അത് ഞാൻ മന്ത്രിയോട് ബന്ധപ്പെട്ടിരുന്നു. റോജി അത് പറയും. അപ്പോ ഇന്നിപ്പോ മലപ്പുറത്തുനിന്ന് കുറച്ച് കുട്ടികൾ നേരത്തെ രാവിലെ പ്രതികരിക്കണ്ടായി. ഞങ്ങൾക്ക് ഒന്ന് അവധി തരൂ, കെഞ്ചിക്കൊണ്ടാണ് പറയുന്നത്. ഞങ്ങൾ ശനിയാഴ്ച ക്ലാസ്സിൽ വന്നോളാം എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ അവധി കൊടുക്കുന്നു. ബാക്കി അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പിന്നീട് തീരുമാനിക്കാം. ഓക്കെ, അപ്പൊ അത് തീരുമാനം അല്പം വൈകിയോ? വിദ്യാർത്ഥികളെ കൊണ്ട് ഇത്രയും പറയാൻ സമയം വഹിച്ചോ? അല്ല, നമ്മളൊരു സംഗതി മനസ്സിലാക്കണ്ടേ. പിന്നെ അത്രയും വലിയൊരു ആവശ്യമാണെന്ന് കുട്ടികൾ തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തി. അപ്പൊ എന്താണ് സ്കൂൾ കുട്ടികളോട് പറയാനുള്ളത്? അല്ല, അതിന് ഈ സ്പോർട്സിനോടുള്ള ഈ താല്പര്യം നമുക്ക് ശക്തിപ്പെടുത്തി കൊണ്ടുവരണം. നമ്മള് വേൾഡ് കപ്പ് കാണാൻ മാത്രമല്ല, നാളെ വേൾഡ് കപ്പ് കളിക്കാനും ഈ ഇന്നത്തെ കുട്ടികളുടെ തലമുറ എത്തുമ്പോ കഴിയണം. അതാണ് ഞങ്ങളുടെയൊക്കെ സ്വപ്നം. മിനിസ്റ്റർ ഏതാ ടീം? ഞാൻ എന്റെ ടീം ആദ്യം തോറ്റുപോയി. ഞാൻ ബ്രസീലാ. ബ്രസീലൊക്കെ ഇപ്പൊ സ്പെയിന്റെ കൂടെയാണ്. അല്ല, അത് കുട്ടികൾ ചിലരങ്ങനെയും പറഞ്ഞു. മന്ത്രി ബ്രസീൽ ആയതുകൊണ്ട് അവധി തരാത്തെന്ന് വരെ പറഞ്ഞു. അപ്പൊ പിന്നെ നമ്മള് വ്യക്തിപരമായ ഒരു ആരോപണത്തിലേക്ക് വന്നു അല്ലേ? വന്നു. അപ്പൊ പിന്നെ നമ്മളൊന്നും നോക്കിയില്ല. മുഖ്യമന്ത്രിയുടെ സമ്മതം വാങ്ങി. അതെ. അപ്പൊ ശരി. അപ്പൊ കുട്ടികൾക്ക് എല്ലാവർക്കും സന്തോഷമുള്ള വാർത്തയാണ് മന്ത്രി നൽകിയിരിക്കുന്നത്. വളരെ നന്ദി ശ്രീ എൻ ഷംസുദ്ദീൻ. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ തത്സമയ പ്രതികരണമാണ് നമ്മൾ കണ്ടത്.